എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പട്ടായയിൽ നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ്. ഫുള്ളായിട്ട് പട്ടായ കറങ്ങാൻ പോകുന്ന ലാസ്റ്റ് ദിവസവും കൂടി ആയിരിക്കുന്നത്. നാളെ രാവിലെ നമ്മൾ നേരെ ബാങ്കോക്കിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മൾ ജെംസ് ഗാലറിയും അതേപോലെ തന്നെ ബിഗ് ബുദ്ധയൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ജെംസ് ഗാലറി. നമ്മൾ അകത്തേക്ക് കയറാൻ പോവുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജെംസ് ഗാലറിയാണ് പട്ടായ ജെംസ് ഗാലറി. അതിൻ്റെ സർട്ടിഫിക്കേഷൻസ് ഒക്കെയാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ നമ്മൾ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഗാലറിയെ കുറിച്ചൊരു ഡെമോൺസ്ട്രേഷൻ നമുക്ക് തരുന്നുണ്ട്. നമുക്ക് എന്തായാലും അത് കേട്ട് നോക്കാം. Raw material, uncut, unpolished, which you get from the mines from different countries around the world. The ones which are from Thailand, they are actually sapphire. And sapphire, we got different colors. We got blue sapphire, yellow sapphire, black star sapphire. Other than that, ruby, garnet, along with fresh water pearls. These are the local gemstones of Thailand, which are all mined in here. So all of these stones go through a process of cutting, polishing, and we make different designs of jewelry out of that, and 3 different metals: 18 karat gold, 14 karat gold, and silver. Higher than that, 22 and 24K, we not use for the gemstones because they are too soft. They can't hold the stone for long. For the gemstone, required more hardness. So to get more hardness, you have to reduce the carat. 18K, 14K, and we also use silver as well. Now here, this is a workshop manufacturing zone. You guys will take a walk around, take a look how the goldsmith they make handmade jewelry. You can see the manufacturing process step by step. Then after here, you're gonna enter to one of the biggest showroom where you will see ready-made product in the display. You can try there, and if you like anything, you can also purchase. ഈ ഒരു ജെം ഗാലറി ഇത്രയധികം പോപ്പുലർ ആവാനും അതേപോലെ തന്നെ ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന് ആളുകൾ ഇവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവരുടെ ജെം കട്ടിംഗ് ആണ്. അതേപോലെ തന്നെ യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇവർ കൊടുക്കുന്നത്. ഇവരുടെ ജെം കട്ടിന്റെ ഡെമോസ് ഒക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന് ഈവൻ സെലിബ്രിറ്റീസ് വരെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. നമുക്കിവിടെ വരുമ്പോൾ ഇവർ ജ്വല്ലറി മേക്ക് ചെയ്യുന്നത് കാണാനുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇവർ എങ്ങനെയാണ് ഈ സ്റ്റോൺ കട്ട് ചെയ്യുന്നത്, അതേപോലെ ഓരോ ജ്വല്ലറിയിൽ എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതേപോലെ ഇത് പോളിഷ് ചെയ്യുന്നതും ഇതിൻ്റെ ഫൈനൽ ഔട്ട് എടുക്കുന്നതും ഒക്കെ നമുക്കിവിടെ വരുമ്പോൾ നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. വളരെ വൈഡ് വെറൈറ്റീസിലുള്ള ജെം സ്റ്റോൺസ് ഒക്കെ നമുക്കിവിടെ വരുമ്പോൾ കാണാൻ കഴിയും. ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് ഇവർ സ്റ്റോൺ ഇവിടെ എത്തിച്ചിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് പോളിഷ് ചെയ്ത് നമുക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ്. ഈ ജ്വല്ലേഴ്സൊക്കെ ഹാൻഡ് മെയ്ഡ് ആണെന്നുള്ളത് ഇതിൻ്റെ ഒരു യുണീക്ക് ഫീച്ചറാണ്. അതുപോലെ തന്നെ ലൈഫ് ടൈം ഗ്യാരണ്ടിയോടാണ് ഇവർ ഓരോ ജ്വല്ലേഴ്സും നമുക്ക് സെല്ല് ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിങ്സ്, ഇയർ റിങ്സ്, പെൻഡൻറ്റ്, നെക്ലസ്, ബാംഗിൾസ്, ബ്രേസ്ലെറ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് തരുന്നുണ്ട്. പോരാത്തതിന് നിങ്ങൾക്ക് ഹാൻഡിക്രാഫ്റ്റ്സ് വേണമെങ്കിൽ അതും പർച്ചേസ് ചെയ്യാം ഇവിടെ നിന്ന്. ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിലുള്ള ഓർണമെൻറ്റ്സ് ഒന്നും വീഡിയോ എടുക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല. മൊബൈൽ ഫോൺസും ക്യാമറാസും ഒക്കെ ഇവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് ഈ സ്റ്റോൺസ് ഒക്കെ വീഡിയോ എടുക്കാനേ നമുക്ക് പെർമിഷൻ ഉള്ളൂ. പക്ഷേ നല്ല കളക്ഷൻസ് ആണ്. നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും തായ്ലാൻഡിൻ്റെ ഒരു മെമ്മറി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓർണമെൻറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ജെംസ് ഗാലറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാങ്കോക്കിലേക്ക് പോകുന്ന വഴിക്കാണ് നമുക്ക് ബിഗ് ബുദ്ധ ടെമ്പിൾ ഉള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. പട്ടായയിൽ തന്നെ ഏറ്റവും വലിയ ബുദ്ധ സ്റ്റാച്യു ആണ് ഇപ്പോൾ നമ്മൾ പോകുന്ന ബിഗ് ബുദ്ധ ടെമ്പിളിലുള്ളത്. അപ്പോൾ ടെമ്പിളിൻ്റെ 2 സൈഡിലും നമുക്ക് ഒരുപാട് ഷോപ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ഒക്കെ ചെയ്യാൻ പറ്റും. ബുദ്ധ സ്റ്റാച്യൂസും അതേപോലെ തന്നെ ഫോട്ടോസ് എടുത്ത് അതിനെ ഫ്രെയിം ചെയ്യുന്ന പരിപാടികളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ കഴിഞ്ഞത്. ഇതുപോലുള്ള ഡ്രാഗൺസ് ഒക്കെ ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ഏകദേശപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. കയറിപ്പോകുന്ന സ്റ്റെപ്സിൻ്റെ 2 സൈഡിലും ഇതുപോലെ വലിയ 2 ഡ്രാഗൺസിൻ്റെ സ്കൾപ്ചർ ഉണ്ട്. അപ്പോൾ ഇത് ഇവിടം തൊട്ട് ഏറ്റവും ടോപ്പ് വരെയും കൊടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ ഇതുപോലെ സ്റ്റെപ്പ് കയറി വേണം പോകാൻ. സ്റ്റെപ്സിൻ്റെ ഹൈറ്റൊക്കെ ഭയങ്കര ചെറുതാണ്. അതുകൊണ്ട് തന്നെ ആർക്ക് വന്നാലും ഈസി ആയിട്ട് കയറി പോകാൻ പറ്റുന്ന രൂപത്തിലാണുള്ളത്. സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കാണുന്ന ഈ ഒരു വലിയ ബുദ്ധ സ്റ്റാച്യു കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം 18 മീറ്റർ ഹൈറ്റിലാണ് ഈ ഒരു സ്റ്റാച്യു നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് തായ്ലാൻഡിൽ ഇതിലും വലിയ ബുദ്ധ സ്റ്റാച്യൂസ് ഒക്കെ കാണാൻ പറ്റുമെങ്കിലും പട്ടായ റീജിയനിൽ ഏറ്റവും വലിയ സ്റ്റാച്യു ഇതാണ്. ഇവിടെ ആ ഒരു ബുദ്ധ സ്റ്റാച്യു മാത്രമല്ല, അതല്ലാതെ ചെറിയ മറ്റ് 7 ബുദ്ധ സ്റ്റാച്യൂസ് ഉണ്ട്. ഒരു ആഴ്ചയിൽ 7 ദിവസത്തെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതുള്ളത്. അവരവർ ജനിച്ച ദിവസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിലുള്ള ഓരോ ബുദ്ധനെ ഇവർ വർഷിപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. 1977 ഈ ബിഗ് ബുദ്ധ ടെമ്പിളിന്റെ നിർമ്മാണം പൂർത്തിയായത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബിഗ് ബുദ്ധ ടെമ്പിൾ കാണാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. പട്ടായയിൽ നിന്ന് ബാങ്കോക്കിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഒരു ടെമ്പിൾ ഉള്ളത്. ഈ ഒരു ടെമ്പിളിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന മണ്ഡപത്ത് ബുദ്ധന്റെ കാൽപ്പാടാണെന്ന് ഇവർ അവകാശപ്പെടുന്ന ഒരു സ്റ്റോൺ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വരുന്ന സമയത്ത് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.